എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. റാവുത്തർ ബിരിയാണിയാണ്. പാലക്കാട് കോയമ്പത്തൂർ സ്റ്റൈൽ ബിരിയാണി എന്നൊക്കെ നമ്മൾ പറയും. പാലക്കാടുകാരുടെ സ്വന്തം റാവുത്തർ ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായി നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് അരിയാണ്. അതായത് ജീരകശാല റൈസാണ്. കൈമ റൈസ് എന്നൊക്കെ പറയുന്ന ജീരകശാല അരി, ചെറിയ അരിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് നല്ലതുപോലെ നല്ലൊരു 4-5 തവണ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്കൊരു അരമണിക്കൂറോളം നമുക്കത് കുതിർക്കാനായിട്ട് വെക്കാം. പിന്നെ വേണ്ടത് ചിക്കനാണ്. ചിക്കൻ നമ്മളിവിടെ 1 കിലോ അരിക്ക് 1.25 കിലോ ചിക്കനാണ് എടുക്കുന്നത്. ചിക്കൻ കുറച്ച് കൂടുതൽ എടുക്കുമ്പോഴാണ് ആ ഒരു ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ചിക്കൻ ഇതുപോലെ നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കി കഴുകിയ ശേഷം നമ്മളതിലോട്ട് കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ലൈം ജ്യൂസ്, നാരങ്ങ നീര്, പിന്നെ കുറച്ച് തൈര്, പിന്നെ കുറച്ച് ഗരം മസാല, ഇതെല്ലാം ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒപ്പം കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉപ്പും ചേർത്ത് ഇത് ഈ ഒരു ചിക്കൻ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അത് കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും നമ്മളത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ചിക്കൻ എത്രത്തോളം ഈ തൈരൊക്കെ ചേർത്ത് എത്രത്തോളം നമ്മളത് മിക്സ് ചെയ്ത് വെക്കുന്നോ അത്രത്തോളം അത് സോഫ്റ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും വെക്കാം. ഞാനിവിടെ ഒരു 1.5 മണിക്കൂറെങ്കിലും ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് വേണ്ട സ്പൈസസ് ഒക്കെ എടുക്കാം. നമ്മൾ കുറച്ച് തക്കോലം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഏലക്ക, കുറച്ച് ഗ്രാമ്പു, കുറച്ച് കറുവപ്പട്ട, പിന്നെ വേണ്ടത് പച്ചമുളകാണ്. അത് നമ്മൾ കുറച്ച് നടു കീറിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതിയാവും. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിൻ്റെ അളവുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പച്ചമുളകെല്ലാം നല്ല രീതിയിലൊട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പുതിന ഇല ചേർത്ത് കൊടുക്കാം. പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പുതിനയിലയും മല്ലിയിലയും ചേർക്കുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും നമ്മൾ കുറച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം നമ്മളത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ചേർത്ത് നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലോട്ട് ഉള്ളികൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിൽ സവാള എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെറിയുള്ളിയും. ഈ റാവുത്തർ ബിരിയാണിക്ക് കൂടുതൽ ടേസ്റ്റ് കൂട്ടുന്നത് ഈ ഒരു ചെറിയുള്ളി ചേർക്കുന്നതാണ്. അതും ചെറുതായിട്ട് കനം കുറച്ച് നമ്മൾ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ സവാളയും കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. രണ്ടും ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് പേസ്റ്റ് ആക്കിയിട്ടുള്ളത്. വെളുത്തുള്ളിയാണ് ഇത് കൂടുതലായിട്ട് ആവശ്യമുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്നതിന് അത്രയും അളവിൽ ഇഞ്ചി നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ വെളുത്തുള്ളി നമുക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുത്ത് അത് നല്ല രീതിയിലൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ആ സമയം കൊണ്ട് ഉള്ളി കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ കളർ ആവുകയും ചെയ്യും. ഇപ്പോൾ ദേ വെളുത്തുള്ളിയുടെ എല്ലാം പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിനി ഇഞ്ചിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെളുത്തുള്ളി ചേർക്കുന്നതിന് അത്രയും അളവിൽ നമുക്ക് ഇഞ്ചിയുടെ ആവശ്യമില്ല. അപ്പോൾ അതിനേക്കാളും കുറച്ചൊരളവിൽ നമുക്ക് കുറച്ചിട്ട് നമുക്ക് ഇഞ്ചി കൂടെ ചേർത്ത് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള ആ പുതിനയിലയും പിന്നെ ആ കുറച്ച് മല്ലിയിലയും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നമുക്ക് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആ സമയം കൊണ്ട് ഉള്ളി കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുകയും ചെയ്യും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് തക്കാളിയാണ്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് തക്കാളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അരച്ചും ചേർക്കാം തക്കാളി. പക്ഷേ അരച്ച് ചേർക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വേണം. അത് വഴറ്റി വരാൻ, അതിൻ്റെ പച്ചമണം മാറി വരാൻ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അരിഞ്ഞ് ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞ് ചേർത്ത് ഇതെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് വരണം. ഇത് ഇപ്പോൾ അത്യാവശ്യം നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലോട്ട് മുളകുകളൊക്കെ അല്ലെങ്കിൽ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഇത് പിരിയൻ മുളക് പൊടി, അതായത് കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടതാണ് ഗരം മസാല. ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഗരം മസാല കൂടി ബിരിയാണി ഈ ഒരു റാവുത്തർ ബിരിയാണിക്ക് വേണ്ടത് സമയമാണ് ഗരം മസാല. അപ്പോൾ ഗരം മസാലയും കൂടി ചേർത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ ചിക്കനിൽ ഓൾറെഡി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മതിയാവും. അപ്പോൾ അതും കൂടി ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ അത്യാവശ്യം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി 1 മണിക്കൂർ മുന്നേ നമ്മളത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി നമുക്ക് ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റോളം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
ഇപ്പോൾ ഇതൊരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ചിക്കനിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് നമ്മൾ ചേർത്താൽ മതിയാവും. അപ്പോൾ ചിക്കനും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൻ്റെയും മീഡിയത്തിൻ്റെയും ഇടയിലിട്ട് നമുക്ക് വേവിക്കാം. 10 മിനിറ്റ് ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 10 മിനിറ്റിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരും അതുപോലെ തന്നെ നാരങ്ങാ നീരും കൂടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നാരങ്ങാനീരും തൈരും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലിട്ട് വേവിച്ചാൽ മതിയാവും. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കണം. ഇപ്പോൾ അത്യാവശ്യം ചിക്കനൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന നിലയ്ക്കാണ് നമ്മളോട് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇത് ആദ്യം തന്നെ നമ്മൾ നന്നായി ചൂടാക്കി തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളമായിരുന്നു. ആ വെള്ളം കൂടി നമുക്ക് ചേർത്ത് നമുക്കിത് തിളയ്ക്കാനായിട്ട് നല്ല രീതിയിലൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിളയൊക്കെ ഒന്ന് വരുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിനി ഇതിലോട്ട് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അരിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഈ വെള്ളവും അരിയും ഒരേ ലെവൽ എത്തുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആയിക്കോളും. ഇപ്പോൾ ഇത് ഏകദേശം ആയി വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 3 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു അരിയുടെ മിക്സ് നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഈ അരിയും വെള്ളവും ഒരേ ലെവൽ എത്തുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ച് നമുക്കൊന്ന് ദം ചെയ്യാം ഒരു 20 മിനിറ്റ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ദോശക്കല്ല് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചൂടായ ദോശക്കല്ലിലോട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം നമ്മളതൊന്ന് കുക്ക് ചെയ്യണം. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുകയാണ്. 20 മിനിറ്റ് ശേഷം ഞാനൊരു 10 മിനിറ്റോടെ കഴിഞ്ഞിട്ടാണ് ഞാനത് തുറന്ന് നോക്കിയിട്ടുള്ളത്. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു. പിന്നീട് ഒരു 10 മിനിറ്റോടെ കഴിഞ്ഞിട്ടാണ് തുറന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള റാവുത്തർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാർക്കെങ്കിലും ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാവാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് തീർച്ചയായിട്ടും ഇതുവരെ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല രുചിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.